നൗഷാദിൽ എന്തുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവിന് ഇങ്ങനെ ഒരു വേദിയിൽ വെച്ച് മുഖ്യമന്ത്രിയെ വിമർശിച്ച് സംസാരിക്കേണ്ടി വന്നത്, ഈ തരത്തിൽ പ്രതികരിക്കേണ്ടി വന്നത്? ഇവിടെ മാധു, നമുക്കിത് മുഖ്യമന്ത്രിയുടെ പ്രസംഗം അത് അദ്ദേഹം എഴുതി തയ്യാറാക്കിക്കൊണ്ട് വന്നൊരു പ്രസംഗമാണ്. ബോധപൂർവം ആ പ്രസംഗത്തിനകത്ത് കയ്യടി മേടിക്കാനും തങ്ങളാണ് മതേതരത്വത്തിൻ്റെ ചാമ്പ്യൻ, ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷകർ എന്നൊക്കെ വരുത്തി തീർക്കാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അത് അവസരവാദപരമാണ് എന്നുള്ളത് ഒറ്റനോട്ടത്തിൽ അത് കേൾക്കുന്ന ആർക്കും ബോധ്യമാകുന്ന ഒന്നാണ്. അത്തരത്തിലൊരു രാഷ്ട്രീയ പ്രചരണത്തിന് ഒരു വേദിയെ ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വളരെ ചുരുങ്ങിയ വാക്കുകളിൽ മുഖ്യമന്ത്രി 1 മണിക്കൂറിലധികം എടുത്ത് പ്രസംഗിച്ച് പറഞ്ഞതിന് ഒരു 7-8 മിനിറ്റിനകത്ത് 1-2 വാചകങ്ങളിലൂടെ അതിനൊരു മറുപടി നൽകി എന്നുള്ളത്, അതിനപ്പുറത്ത് അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും അത് കണ്ടു നിന്ന പ്രേക്ഷകർക്കും കേട്ടു നിന്ന പിന്നെ അവിടെ തടിച്ചുകൂടിയ 10,000-കണക്കിന് പ്രവർത്തകർക്കും ഒക്കെ വളരെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. അതിനൊരു പ്രധാനപ്പെട്ട കാരണം, കഴിഞ്ഞ ഏതാനും ആഴ്ചകളായിട്ട് കേരള രാഷ്ട്രീയവും സാമൂഹിക മണ്ഡലവും ഒക്കെ ശ്രദ്ധിക്കുന്ന ആളുകൾക്കറിയാം, CPM-നെ സംബന്ധിച്ചിടത്തോളം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവർ ഭൂരിപക്ഷ പ്രീണന അജണ്ട പുറത്തെടുക്കും. ലോക്സഭ വരുമ്പോൾ ന്യൂനപക്ഷ പ്രീണനത്തിൽ ഇറങ്ങി പുറപ്പെടും. അതൊരു സ്ഥിരം പതിവ് കാഴ്ചയാണ്. ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ മാറി മാറി വർഗീയതയെ പുൽകുകയും അതിന് വേണ്ട നരേറ്റീവുകൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നതിനെ അതിൻ്റെ ഉറവിടത്തിൽ ചെന്ന് നിന്ന് എതിർക്കുക എന്നുള്ളത് ജനാധിപത്യത്തിലും മതേതരത്തിലും വിശ്വസിക്കുന്ന ആളുകളുടെ ബാധ്യതയാണ്. അതാണ് VD സതീശൻ നിറവേറ്റിയിട്ടുള്ളത്. ഇവിടെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ CPM കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും ഉയർത്തിവിട്ടൊരു നരേറ്റീവ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. 2016 അവർ പറഞ്ഞത് ഇവിടെ UDF അധികാരത്തിൽ വരികയാണെങ്കിൽ കുഞ്ഞുഞ്ഞും കുഞ്ഞുമാണിയും കുഞ്ഞാലിക്കുട്ടിയും ഭരിക്കുമെന്നായിരുന്നു. 2021 വന്നപ്പോൾ അവർ പറഞ്ഞത് ക്രിസ്ത്യൻ പേരുകൾ ഒഴിവാക്കി ഇസ്ലാമോഫോബിയയുടെ അന്തരീക്ഷമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അമീറും ഹസനും കുഞ്ഞാലിക്കുട്ടിയും ചേർന്ന് ഭരിക്കുമെന്ന് പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞത് കോടിയേരി ബാലകൃഷ്ണൻ എന്ന ആ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു. സമാനമായിട്ടൊന്ന് പറഞ്ഞത് പണ്ട് നരേന്ദ്രമോദി ആയിരുന്നു. 2017 ഗുജറാത്ത് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ജയിക്കുകയാണെങ്കിൽ അഹമ്മദ് മിയ പട്ടേൽ മുഖ്യമന്ത്രിയാവുമെന്ന് അവിടെ അവർ പറഞ്ഞു. അപ്പോൾ ഇതിനൊക്കെ സമാനമായൊരു രാഷ്ട്രീയം കഴിഞ്ഞ 10 വർഷമായിട്ട് CPM പയറ്റുന്നു. ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ അവരത് ഒന്നുകൂടി രൂക്ഷമായി അവരത് പയറ്റുന്നു. അതിനെ എതിർക്കുക എന്നുള്ളത് പ്രതിപക്ഷ നേതാവിൻ്റെ മാത്രം ബാധ്യതയല്ല, കേരളീയ പൊതുസമൂഹത്തിൻ്റെ ബാധ്യതയാണ്. അത് പ്രതിപക്ഷ നേതാവ് വളരെ കൃത്യമായിട്ട് നിറവേറ്റി എന്നുള്ളതാണ് ആ പ്രസംഗത്തിലൂടെ ഞാൻ മനസ്സിലാക്കുന്നത്. മതസൗഹാർദ്ദത്തെ കുറിച്ച് പറയാൻ ഇപ്പോൾ കാന്തപുരം മുസ്ലിയാരുടെ ചടങ്ങിൽ അദ്ദേഹത്തെ അടുത്തിരുത്തി ആ വേദിയിൽ വെച്ച് മതനിരപേക്ഷതയെ കുറിച്ച് പറയാനൊരു അന്തസ് വേണം എന്നാണ് ശ്രീ ജേക്സി തോമസ് പറഞ്ഞത്. അത് നോക്കൂ, ജമാഅത്തെ ഇസ്ലാമിയുമായി രാഷ്ട്രീയ സഖ്യമോ സമവായമോ പുതിയ സമവാക്യങ്ങളോ ഉണ്ടാക്കി വെച്ചതിന് ശേഷം ആ നിലയ്ക്ക് അങ്ങനെ വോട്ട് വേണ്ടെങ്കിൽ വേണ്ട എന്ന് വെക്കണം എന്നെങ്ങനെ പറയാൻ കഴിയും? മാധു, ഇത് 3 പേരും ഒരേ ആശയം പ്രതിനിധാനം ചെയ്താണ് ഇവിടെ സംസാരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് നിങ്ങളൊന്ന് സമയം തരണം, അതിനിടയിൽ ഇടപെടരുത് എന്ന് ആദ്യമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. എനിക്ക് വളരെ രസകരമായിട്ടാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ തോന്നുന്നത്. ഒന്നാമതായിട്ട് ഞാൻ ജമാഅത്തെ ഇസ്ലാമിൽ നിന്ന് തുടങ്ങാം. ഈ ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യ രാജ്യത്ത് ആദ്യമായിട്ട് രാഷ്ട്രീയത്തിൽ ഇടപെടുന്നത് 1977 തെരഞ്ഞെടുപ്പിലാണ്. 1977 തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധിയെയും കോൺഗ്രസിനെയും തോൽപ്പിക്കാനാണ് അവർ ആദ്യമായിട്ട് വോട്ട് ചെയ്യുന്നത്. അന്നവർ വോട്ട് ചെയ്തത് സംഘടനാ കോൺഗ്രസും പിന്നെ അന്നത്തെ സോഷ്യലിസ്റ്റ് പാർട്ടികളും ജനസംഘവും ലയിച്ച് ചേർന്ന ജനതാ പാർട്ടിക്കായിരുന്നു. CPM ആയിരുന്നു അതിൻ്റെ പ്രധാന കേരളത്തിലെ ഘടകകക്ഷി. അപ്പോൾ ഈ 4 പേരും ചേർന്ന മുന്നണിക്ക് കേരളത്തിൽ വോട്ട് ചെയ്ത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഹരിശ്രീ കുറിച്ചവരാണ് ജമാഅത്തെ ഇസ്ലാമി. ശ്രീപത്മനാഭനും CPM-ൻ്റെ സ്നേഹിതനൊക്കെ അത് മനസ്സിലാക്കിയ അന്ന് ഉദുമയിൽ മത്സരിച്ചത് KG മാരാറാണ് LDF-ൻ്റെ സ്ഥാനാർത്ഥിയായിട്ട്. അന്ന് ഈ ജനസംഘത്തിൻ്റെ വോട്ട് വാങ്ങി നിയമസഭയിലേക്ക് ജയിച്ചു വന്ന ജനസംഘം പിന്തുണച്ച MLA ആയ പിണറായി വിജയന് മതനിരപേക്ഷതയോ മതേതരത്വമൊക്കെ പറയാൻ എന്തെങ്കിലും ഒരു അർഹതയുണ്ടെങ്കിൽ കേരളത്തിലെ ഏത് സംഘപരിവാറുകാരന് പോലും അതിന് അർഹതയുണ്ട് എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അങ്ങനെ നിങ്ങൾ ഇടക്ക് കയറരുത്. ഒരു കാര്യം,
മറ്റൊരു കാര്യം, ഇവിടെ VD സതീശൻ ഗോൾവൾക്കറിന്റെ ചിത്രത്തിന് മുന്നിൽ ഇങ്ങനെ വിളക്ക് കത്തിച്ചു എന്ന് ഇവരിങ്ങനെ 1001 ക്ഷീരബല ആവർത്തിക്കും പോലെ നിരന്തരം ആവർത്തിച്ചു പോരുന്നുണ്ട്. സ്നേഹിത പി പരമേശ്വരന്റെ ഭാരതീയ വിചാര കേന്ദ്രം ഒരു പുസ്തകം പ്രകാശനം ചെയ്തത്, സ്വാമി വിവേകാനന്ദനെ കുറിച്ചുള്ള ഒരു പുസ്തകം പ്രകാശനം ചെയ്തത്, അതിൽ MP വീരേന്ദ്രകുമാറും VS അച്യുതാനന്ദനൊക്കെ പങ്കെടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് തൻ്റെ ജില്ലയിലെ പിന്നെ VD സതീശൻ പങ്കെടുത്തത്. ഒരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ അവിടെ ഒരു നിലവിളക്ക് ഉണ്ടാകുമ്പോൾ ആളുകൾ നിലവിളക്ക് കൊളുത്തും. അതിൻ്റെ പശ്ചാത്തലം ഒന്നും മാതൃകയാക്കിയിട്ട് നിങ്ങൾ തെറ്റായി വ്യാഖ്യാനിച്ചാൽ VD സതീശനെ പോലെ സ്വന്തം മണ്ഡലത്തിൽ ഈ പറഞ്ഞ വെള്ളാപ്പള്ളി നടേശനെയും ഈ ശശികല ടീച്ചറെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തി ആ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം പടിപടിയായി ഉയർത്തിക്കൊണ്ടുവന്ന് മതേതരത്വത്തിന്റെ നിലപാടുകൾക്ക് ജനപിന്തുണയുണ്ട് എന്ന് കേരളത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്ത് ആത്മവിശ്വാസം ഉണ്ടായിക്കൊടുത്തൊരു നേതാവിൻ്റെ ഒരു രോമകൂപത്തിന് പോലും ഒരു പോറലും ഏൽക്കുകയില്ല. അതുകൊണ്ട് അതൊക്കെ അങ്ങ് കയ്യിൽ വെച്ചാൽ മതി എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഏതായാലും സ്വന്തം മകളെ രക്ഷിക്കാൻ വേണ്ടി റബ്ബർ സ്റ്റാമ്പിനെ പോലെ നിൽക്കട്ടെ എന്ന് ഞാൻ പറയട്ടെ എന്ന്, സ്വന്തം മകളെ ജയിലിൽ പറഞ്ഞേക്കാതിരിക്കാൻ വേണ്ടി റബ്ബർ സ്റ്റാമ്പിനെ പോലെ കേരള മുഖ്യമന്ത്രി പദവിയിൽ ഇരുന്നു കൊണ്ട് സംഘപരിവാറിന് യഥേഷ്ടം ഭരണം നടത്താൻ അനുമതി കൊടുത്തു പോകുന്ന അങ്ങനെ ഒരു കൊഞ്ഞാണിന്റെ അവസ്ഥ ഏതായാലും VD സതീശന് ഇല്ല എന്ന് നിങ്ങൾ സദയം ഓർക്കുക. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു, അല്ലല്ല നിങ്ങൾ ഇങ്ങനെ ഇത് മര്യാദ അല്ലെങ്കിൽ താൻ തന്നെ വീട്ടിൽ പോടോ. ഇതേ ഞാൻ പറഞ്ഞു പൂർത്തിയാക്കും. ഞാൻ പൂർത്തിയാക്കും. അയാളെ നിങ്ങൾ അതിനകത്ത് ഇടപെടണം. അതിനകത്ത് ഇടപെടണം. പിന്നെ ഞാൻ ഇടപെടാം. ശ്രീ KP നൗഷാദ് അലി, ഒരൊറ്റ വാക്ക് ഈ ചർച്ചയിൽ മുന്നോട്ട് പോകില്ല. ഒരൊറ്റ വാക്ക് ഈ ചർച്ചയിൽ മുന്നോട്ട് പോകില്ല. എനിക്ക് ഇടപെടേണ്ടത് ഏറ്റവും അനിവാര്യമായ കാര്യമാണ്. ചർച്ചയിൽ നിങ്ങളുടെ ഇംഗിതത്തിനനുസരിച്ച് മുന്നോട്ട് പോകണമെന്ന് അല്ലല്ല, ജനാധിപത്യപരമായ മാന്യമായ വാക്കുകൾ ഉപയോഗിച്ചുള്ള ചർച്ചയെ മുന്നോട്ട് പോകുള്ളൂ. അതിഥിയാണ്, അദ്ദേഹത്തോട് വീട്ടിൽ പോടോ എന്ന് പറയാനുള്ള എന്ത് ജനാധിപത്യ ബോധ്യമാണ് ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടിയായ കോൺഗ്രസിനുള്ളതെന്ന് എനിക്കറിയില്ല. അല്ല, ഞാൻ അതൊക്കെ വീട്ടിൽ പോയി വെച്ചാൽ മതി എന്നാ പറഞ്ഞത്. നിങ്ങൾ കേട്ടത് പഴച്ചു പോയതായിരിക്കും. എനിക്ക് അങ്ങനെ ഒരു ശീലമില്ല. ചർച്ചയിൽ പങ്കെടുക്കാൻ എന്റെ പൊന്നു സുഹൃത്തെ, ഇത് വലിയ പാരമ്പര്യമുള്ള ഒരു മാധ്യമ സ്ഥാപനമാണ്. ഒരു എഡിറ്റോറിയൽ ചർച്ച നടത്തുന്നത് ജനാധിപത്യപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ്. അതവിടെ നിൽക്കട്ടെ. അവിടെ മനുഷ്യന് പരസ്പരം ബഹുമാനം കൽപ്പിച്ചുള്ള ഭാഷ മതി. ഇതിൽ തർക്കമില്ലാത്ത കാര്യമാണ്. അല്ല, നമ്മൾ നിങ്ങളെക്കാളും അത്തരം ആശയത്തിൽ വിശ്വസിക്കുന്ന ആളാണ്, നിങ്ങളെക്കാളും അതിൽ ബോധ്യമുള്ള ആളാണ്. നിങ്ങൾ അത്തരം കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ സംസാരിച്ച് സമയം കളയേണ്ട കാര്യമില്ല. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഇവിടെ ജവാദ് എന്ന് പറഞ്ഞ സ്നേഹിതൻ ഇവിടെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അത് കേരള മുസ്ലിം ജമാഅത്തിന്റെ അഭിപ്രായമാണെന്നോ അല്ലെങ്കിൽ കാന്തപുരം വിഭാഗത്തിന്റെ അഭിപ്രായമാണെന്നോ എനിക്ക് യാതൊരു അഭിപ്രായവുമില്ല. കാരണം ഇവിടെ VD സതീശൻ അനൗചിത്യപൂർവ്വം ആ യോഗത്തിൽ പ്രസംഗിച്ചു എന്ന് അദ്ദേഹം ഇവിടെ പറയുകയുണ്ടായി. അത് കേരള മുസ്ലിം ജമാഅത്തിന്റെ അഭിപ്രായമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. സ്വന്തമായിട്ട് ഇംഗിതത്തിനനുസരിച്ച് വല്ലതൊക്കെ വന്ന് പറഞ്ഞ് ഒരു മഹത്തായ സംഘടനയെ അപകീർത്തിപ്പെടുത്തരുത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സ്തുതി പാടാൻ അത് താങ്കൾക്ക് അവകാശമുണ്ട്. അതൊക്കെ വ്യക്തിഗതമായി നിർവഹിച്ചു കൊള്ളുക. അതിന് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരെയും ഹക്കീം അസരിയെയും വണ്ടൂർ ഫൈസിയെയും അതുപോലെ തന്നെ ഖലീൽ ബുഖാരി തങ്ങളെയൊന്നും നിങ്ങൾ വലിച്ചഴക്കരുത്. അതൊക്കെ വളരെ മോശമാണ്. നിങ്ങളുടെ സംഘടനയെ സ്വയം താറടിക്കരുത് എന്ന് അദ്ദേഹത്തോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിൽ കൂടുതൽ ഞാൻ അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ടൊരു വാഗ്വാദത്തിന് മുതിരുന്നില്ല. അത് നല്ലതാണ്. ഞാൻ ആവർത്തിച്ച് പറയുന്നു ഇപ്പൊ അങ്ങ് ഉപയോഗിച്ചൊരു വാക്ക് അത് ഞാൻ വീണ്ടും ആവർത്തിക്കാൻ വിചാരിക്കുന്നില്ല. കുഞ്ഞുങ്ങളടക്കമുള്ള വീടുകൾ കാണുന്നതാണ്. ആ നിലയ്ക്ക് അത് മുന്നോട്ട് പോകാൻ കഴിയില്ല. രണ്ടാമത്തേത് പാനലിസ്റ്റുകളോട് പരസ്പര ബഹുമാനത്തോടു കൂടി ചർച്ച ചെയ്യാനാണ് പാർട്ടികളോട് ഉത്തരവാദിത്തത്തോടെ പാനലിസ്റ്റുകളെ അയക്കാൻ പറയുന്നത്. ഇത് നോക്കൂ, ഈ ഒറ്റ കാര്യം കൂടി പറഞ്ഞ് ഇടവേളയിലേക്ക് 77 ഉണ്ടാകുന്ന പ്രത്യേകത എന്ന് പറയുന്നത് കൂടി പ്രേക്ഷകർ ശ്രദ്ധിക്കണം. അത് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമാണ്
അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം എന്ന് പറയുമ്പോൾ അപ്പുറത്തുണ്ടാകുന്ന മുന്നണി ഏത് നിലയ്ക്ക് രൂപപ്പെട്ടു എന്നതിന് ധാർമ്മികത നമുക്ക് എത്രത്തോളം ജനാധിപത്യത്തിൽ താളിലിരുന്ന് എണ്ണാൻ കഴിയും എന്നത് പ്രേക്ഷകർ ചിന്തിക്കും. ഞാൻ കമന്റ് പറയാൻ തയ്യാറല്ല എന്ന് ചിന്തിക്കൂ. ഇനി പോകട്ടെ ശ്രീ നൗഷാദ് അലി, ഒരൊറ്റ കാര്യമേ ഉള്ളൂ, അതൊക്കെ പഴയ കാലത്താണല്ലോ. അത് CPM തിരുത്തുന്നത് നോക്കൂ. കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരുന്ന സമയത്ത് ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ച നിലപാട് ഇന്നത്തേതിന് വിരുദ്ധമാണ്. ഇന്നത്തേതിന് വിരുദ്ധമാണ്. പക്ഷെ അത് തിരുത്തപ്പെട്ടു. ഇത് നോക്കൂ, അത് തിരുത്തപ്പെട്ടു. നിങ്ങൾ ഇന്നും തിരുത്തിയിട്ടില്ല. അവരന്നാണെങ്കിൽ നിങ്ങൾ ഇന്ന്, അപ്പൊ ആരാ കേമൻ? അവരന്നാണെങ്കിൽ നിങ്ങൾ ഇന്ന് കാലഘട്ടം കൊണ്ട് പോലും തിരുത്താൻ കഴിയാത്ത മനുഷ്യരുടെ രാഷ്ട്രീയത്തെ എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല.